വാൽപ്പാറയിൽ പുലി പിടിച്ച 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. കുഞ്ഞിന്റെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് ലയത്തിൽ നിന്ന് 300 മീറ്റർ അകലെ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പുലി പിടിച്ചത് ഇന്നലെ വൈകിട്ട്. ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ വിമർശിച്ചും വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിയും ദേശാഭിമാനി. RSS ശാഖയല്ല രാജ്ഭവനെന്നും ഭരണഘടനയാണ് ഇന്ത്യയുടെ നട്ടെല്ലെന്നും മുഖപ്രസംഗം. വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ രാജ്ഭവന് അതൃപ്തി. ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും കത്തയക്കാൻ ഗവർണർ. വിവാദങ്ങൾക്കിടെ രാജ്ഭവനിലെ യോഗാ ദിന പരിപാടിയിൽ ഭാരതാംബ ചിത്രത്തിൽ പൂവിട്ട് ഗവർണർ. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ആണവ ചർച്ച പുനരാരംഭിക്കില്ലെന്ന് ഇറാൻ. ആണവ ഗവേഷണം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമെന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. യൂറോപ്യൻ യൂണിയനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും ഇറാൻ. ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ലെന്ന് ട്രംപ്. പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള UPSC യോഗം ഈ മാസം 26-ന്. അന്തിമ പട്ടികയിൽ 6 പേർ. 3 അംഗ ചുരുക്ക പട്ടിക തയ്യാറാക്കും. ADGPമാരെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ തീരുമാനമായില്ല. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് രാജ്യം. വിശാഖപട്ടണത്ത് യോഗാ സംഗമം നയിച്ച പ്രധാനമന്ത്രി. और धीरे से श्वास भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ సాధారణ స్థితిలో రండి. విశ్రామం చేయండి. സൈനികർക്കൊപ്പം യോഗ ആചരിച്ച പ്രതിരോധ മന്ത്രി. സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ യോഗാ ദിനാചരണം. പാരീസ് ഡയമണ്ട് ലീഗിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ചാമ്പ്യൻ. ജാവലിൻ ത്രോയിൽ 88.16 മീറ്റർ ദൂരം കൈവരിച്ചു. സീസണിലെ ആദ്യ ജയം ജർമ്മനിയുടെ ജൂലിയൻ വെബറിനെ പിന്തള്ളി.